ഈ വെടിയുണ്ട അത്രയും അപകടകാരിയായിരുന്നു. ഒറ്റ വെടിയിൽ പോലും ഒരു ആനയെ വരെ വീഴ്ത്താൻ കഴിയുമായിരുന്നു. ആദ്യം ആ മനുഷ്യൻ വെടിയുണ്ടയുടെ മുൻഭാഗം ഒരു റേതി ഉപയോഗിച്ച് പതുക്കെ ഉരച്ച് പരന്നതാക്കി. ശേഷം അതിന്റെ മധ്യഭാഗത്ത് ഒരു ചെറിയ ദ്വാരമുണ്ടാക്കി. ആ ദ്വാരത്തിൽ വിഷമുള്ള ദ്രാവകം നിറച്ചു. ഇനി വെടിയുണ്ട ശത്രുവിന്റെ പ്രധാനപ്പെട്ട ശരീരഭാഗത്ത് പതിച്ചില്ലെങ്കിലും അതിലെ വിഷം മാത്രം അവനെ മരണത്തിലേക്ക് എത്തിക്കാൻ മതിയായിരുന്നു. ഇത്രയും അപകടകാരിയായ വെടിയുണ്ട ഉപയോഗിക്കാൻ പ്രത്യേകതയുള്ള ഒരു സ്നൈപ്പർ റൈഫിളും ആവശ്യമായിരുന്നു. അതിനാൽ ആ മനുഷ്യൻ ഇന്റർനെറ്റിൽ നിന്ന് പലതരം ഭാഗങ്ങൾ വരുത്തി അവയെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു സ്നൈപ്പർ റൈഫിൾ നിർമ്മിച്ചു. പക്ഷേ ഈ റൈഫിളിന്റെ യഥാർത്ഥ ശക്തി പുറത്തെടുക്കാൻ ഒരു സൈലൻസറും വേണമായിരുന്നു. അതിനായി അവൻ മനഃപൂർവ്വം തന്റെ പഴയ കാർ കേടാക്കി. കാർ റിപ്പയറിന് കൊണ്ടുപോയപ്പോൾ അവിടെ കിടന്നിരുന്ന ചില ബെയറിങ്ങുകളും മറ്റ് ഇരുമ്പ് ഭാഗങ്ങളും ആരും കാണാതെ എടുത്തുകൊണ്ടുവന്നു. ആ ഉപേക്ഷിക്കപ്പെട്ട സാധനങ്ങൾ ഉപയോഗിച്ചാണ് അവൻ സൈലൻസർ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. വീട്ടിലെത്തിയ ശേഷം ഒരു മെറ്റൽ പ്ലേറ്റ് ഗിയറിന് മുകളിൽ വെച്ച് പള്ളിയിലെ മണിയുടെ ശബ്ദം മുതലെടുത്ത് ചുറ്റിക കൊണ്ട് അതിന് രൂപം നൽകാൻ തുടങ്ങി. ശേഷം റൈഫിളിന്റെ ബാരൽ നന്നായി ഉരച്ചു മിനുക്കി. അതിനു പിന്നാലെ നിരവധി അലുമിനിയം ബുഷുകൾ ഒന്നിനു പിന്നാലെ ഒന്നായി ഘടിപ്പിച്ചു. അവസാനം അവയ്ക്ക് മുകളിലൂടെ ശരിയായ വലുപ്പത്തിലുള്ള ഒരു സ്റ്റീൽ പൈപ്പ് കൂടി ഘടിപ്പിച്ചു. അങ്ങനെ ഒരു മികച്ച സൈലൻസർ തയ്യാറായി.